ഇന്ന് ബർത്ത്ഡേ അല്ല, വെഡിങ് ആനിവേഴ്സറിയും അല്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഓണോ ആയിട്ടില്ല, വിഷു ആയിട്ടില്ല, എന്താ പറ്റിയെന്ന് അങ്ങനെ വിചാരിക്കണ്ട. മുല്ലപ്പൂവിൻ്റെ സീസണാണ് അത്ര ഇപ്പോൾ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ മുല്ലയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇഷ്ടം പോലെ മുല്ലപ്പൂ കിട്ടിയപ്പോൾ വിനി അതെല്ലാം മാല കെട്ടിക്കൊണ്ടേ തന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു സ്റ്റൈലിൽ മുല്ലപ്പൂ ഒക്കെ ഇടുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ സ്റ്റിച്ചിങ്ങിലെ കുട്ടി വിനി നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ ആ മുല്ലപ്പൂ കിട്ടിയോണ്ടാണ് ഇന്ന് ഈ ഒരു വേഷത്തിൽ. അപ്പോൾ ഇതിന് പിന്നെ ബാക്കി അണിയറ ശില്പികൾ പ്രതിഭയും അമ്പിളിയും സൗജും സേഫും എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ഒരു കോലത്തിലേക്ക് ആക്കി തന്നു. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആവട്ടെ വിചാരിച്ചു. അപ്പോൾ സൗജു പറഞ്ഞത് സ്കൂളൊക്കെ തുറന്നതല്ലേ ചേച്ചി, ഒരു രസത്തിന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ എന്നാൽ അങ്ങനെ പോട്ടെ. അപ്പോൾ നമുക്ക് എന്നാൽ കളക്ഷൻസും ഒട്ടും മോശമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്, നമ്മളെ പറയാം. അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ ഫാബ്രിക്കിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക, ഒപ്പം എത്ര മീറ്ററാണ് വേണ്ടതെന്നും കൂടെ പറയാം. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ പിന്നെ മാസ്ക് ഒഴിവാക്കേണ്ട വിചാരിച്ചു. അപ്പോൾ എന്നോട് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഒത്തിരി പേര് പറയുന്നുണ്ട് മാസ്ക് ഒഴിവാക്കേണ്ട. അതുകൊണ്ട് അങ്ങനെ തന്നെ ഹെൽത്ത് അങ്ങനെ റെഡി ആയി വരുന്നു. ഒരു 10 ചുവട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു 12 ചുവട് ഇടയ്ക്ക് ബാക്കിലോട്ട് പോരും, അതാണ് കുഴപ്പമുള്ളത്. ഇടയ്ക്കൊരു പനി വീണ്ടും വന്നു, അപ്പോൾ എന്നാലും കുഴപ്പമില്ല, മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് പോലെ തോന്നും. എന്നാൽ ഒന്നുകൂടെ നോക്കുമ്പോൾ ഇനി ഇത് ഡിസ്ചാർജ് പ്രിൻ്റ് ആണോ എങ്ങനെയും തോന്നും. അതൊന്നുമല്ല, നമ്മുടെ നോർമൽ ക്യാമ്പ്രിക്കാണ്. ക്യാമ്പ്രിക് കോട്ടണിൽ 3 പീസ് സെറ്റ്. അതിൽ നല്ല വെറൈറ്റി കളേഴ്സ്, 4 ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കി നമുക്ക് കണ്ടാൽ നമ്മുടെ കോട്ടൺ ബുട്ടയുടെ പോലത്തെ ഒരു ഫീൽ വരും, പക്ഷേ ഒരു പ്രിൻ്റാണ് വരുന്നത്, ഇങ്ങനെ വരുന്നു. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർ നമ്മൾ 3 പീസ് സെറ്റാണ്, മിസ്സാക്കണ്ട കേട്ടോ. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ചാണ് എടുത്ത് 120. ഇത് ടോപ്പ്, ഇത് ബോട്ടം വരുന്നു. ഇതങ്ങനെ ദുപ്പട്ട നമ്മൾ ആസ് യൂഷ്വൽ ഒരു 2.25 2.30 വരുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു. 270 റുപ്പീസ് പെർ പീസ്, 270 രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇതാ ഇങ്ങനെ വരുന്നു. സെറ്റ് വൈസ് ആണ്. പുതിയ ആൾക്കാർക്ക് അറിയില്ലെങ്കിലും ഇത് പഴയ ആൾക്കാർക്കൊക്കെ പരിചയമായിരിക്കും. പുതിയ ആൾക്കാർക്ക് നമ്മൾ സെറ്റ് വൈസ് കൊടുക്കുന്നതാണ്. അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ എളുപ്പമാണിത്, ആവശ്യാനുസരണം കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രീമിയം കോട്ടണിൽ 3 പീസ് സെറ്റ്, അതിൽ ദുപ്പട്ട കൂടെ കട്ട് ചെയ്തെടുക്കാമെന്ന് പറയുന്നത്. ആ ഒരു വെറൈറ്റി വരുമ്പോൾ രണ്ടും വരാറുണ്ട് നമുക്ക്. ഇതിങ്ങനെ വരുന്നു ടോപ്പ്, ഇതിങ്ങനെ വരുന്നു ബോട്ടം, ദുപ്പട്ട ഇതാ വരുന്നു, ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു. ഇതെങ്ങനെ യെല്ലോ ഷെയ്ഡ്. അപ്പോൾ പീച്ച് ഷെയ്ഡ് വേണ്ടവർക്ക് അത്, യെല്ലോ ഷെയ്ഡ് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണോ എന്ന് നോക്കി സെലക്ട് ചെയ്തോളൂ കേട്ടോ. ശരിക്കും കണ്ടാൽ നമ്മൾ ആ സംഗനേരി പ്രിൻ്റ് പോലത്തെ ഒരു ഫീല് വരും. ഇങ്ങനെ വരുന്നു ടോപ്പ്, ഇങ്ങനെ വരുന്നത് ബോട്ടം, ഇങ്ങനെ. ഇനി ഈ ഒരു പ്രിൻ്റ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് ശരിക്കും ഞാനത് എന്നോട് ഒരാൾ പ്രത്യേകം പറഞ്ഞിരുന്നു, സ്നേഹപൂർവ്വം നല്ല കമൻറ്റൊക്കെ ഇട്ടിട്ട് വിടുത്തി കാണിക്കുന്നത്. പക്ഷേ ആദ്യം 2 പ്രിൻ്റ് വിടുത്തി കാണിക്കാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിക്കാൻ ഓർമ്മിപ്പിക്കണം കേട്ടോ എന്നെ. ഞാൻ കാണിക്കുന്നതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഇനി ഷോർട്ട്സ് ബാക്കിൻ്റെ ഷോർട്ട്സ് ചെയ്യാം. ഇത് ഇപ്പോൾ തലയും കുത്തിയാണ് നിൽക്കണത് കേട്ടോ. ഇത് താഴോട്ട് ശരിക്കും കറക്റ്റ് വരുവേ, ഇങ്ങനെ വരും. എന്നാൽ ഏതായാലും കറക്റ്റ് കാണിച്ചു കൊടുക്കണ്ടേ അല്ലേ. ഇങ്ങനെ അതാ തിരിഞ്ചല സൈഡ് നമ്മൾ ഫോൾഡ് അതുണ്ടോ ഇങ്ങനെ. അടുത്ത പ്രിൻ്റ് കണ്ടാൽ ശരിക്കും നമ്മുടെ ബ്ലോക്ക് പ്രിൻ്റ് പോലെ തന്നെ ഇല്ലേ. ബ്ലോക്ക് പ്രിൻ്റ് അല്ല, നോർമൽ ക്യാമ്പ്രിക്കാണ്. ഇങ്ങനെ വരുന്നു, അങ്ങനെ വരുന്നു ടോപ്പ്, ബോട്ടം വരുന്നു ഓൾ ഓവർ പ്രിൻ്റ് വരുന്ന ബോട്ടം. ഇത് പാനൽ കട്ട് പോലെയൊക്കെ ചെയ്താൽ ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിൽ പാനൽ ചെയ്തിട്ട് താഴെ ബോർഡറൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുമേ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാൻ ഫാബ്രിക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നു ദുപ്പട്ട. 1 സൈഡ് ദുപ്പട്ട തിരിഞ്ഞു പോയില്ലേ, ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഇതാ 270 റുപ്പീസ് പെർ പീസ് ദുപ്പട്ടയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര മീറ്റർ വേണോ അത്ര കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് കളർ വരുന്നത് അതിൻ്റെ തന്നെ അടുത്ത ഷെയ്ഡ്. അപ്പോൾ ബേസ് കളർ എല്ലാത്തിലും വരുന്നത് ഇത് കറക്റ്റാണ് വരുന്നത് അല്ലേ. ബേസ് കളർ വരുന്ന ക്രീം, നമ്മളൊരു ഓഫ് വൈറ്റിൽ നിന്ന് അങ്ങോട്ട് പോകും ഒരു ക്രീം കളറിൽ. ഇങ്ങനെ വരുന്നു ടോപ്പ്, ഭംഗിയില്ല ആ ഒരു വെറൈറ്റിയിൽ ഇങ്ങനെ വരുന്നു. ബ്ലോക്ക് പ്രിൻ്റ് പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ ബോട്ടം വരുന്നു. ഇങ്ങനെ വരുന്നു. അപ്പോൾ ടോപ്പ് ബോട്ടം ഇങ്ങനെ വന്നു. ദുപ്പട്ട വരുന്നു ഇങ്ങനെ കറക്റ്റല്ലേ. ദുപ്പട്ട വരുന്നത് അങ്ങനെ 270 റുപ്പീസ് പെർ പീസ് ദുപ്പട്ടയുടെ. അപ്പോൾ നമ്മൾ 3 പീസ് സെറ്റ്. ഇനിയിപ്പോൾ ജോലിക്കാർക്കൊക്കെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് അതിന് ലൈനിങ് വെച്ച് ചെയ്യാം കേട്ടോ. പിങ്ക് ബ്ലോസത്തിൽ എംബ്രോയിഡറി എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ 3 പീസ് സെറ്റായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദുപ്പട്ട ആവശ്യമുള്ളവരൊക്കെ ഒന്ന് വാങ്ങട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും നമുക്ക് ഇനിയും ഓരോന്നോരോന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമല്ലേ, തേർഡ് ടൈം നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന പിങ്ക് ബ്ലൗസത്തിലെ എംബ്രോയ്ഡറി. അപ്പോൾ പിങ്ക് ബ്ലൗസത്തിൽ മറ്റേ പ്രിൻ്റാണ് കോമൺ ആയിട്ട് എല്ലായിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. നമ്മളാണ് അതിനെ എംബ്രോയ്ഡറി ചെയ്തതും പിന്നീട് അതുകൂടാതെ 3 പീസ് സെറ്റായിട്ടും കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇതിനെയും നേരെ നിൽക്കൂട്ടത് ഫ്ലവർ മുകളിലേക്ക് തന്നെ വരുന്ന രീതിയിൽ അങ്ങനെ വരുന്നു. ടോപ്പ് ബോട്ടം ഇവിടേക്ക് വെച്ചുതരുമോ, പ്ലെയിൻ കളറിൽ ബോട്ടം എന്താ അങ്ങനെ വരുന്നു. അപ്പോൾ ലൈനിങ് ഇതിന് തന്നെ പ്രീമിയം കോട്ടൺ ആയതുകൊണ്ട് ലൈനിങ് പോലെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ല കോട്ടൺ. ഇത് 120 44 ഇഞ്ച് എടുത്ത് 120. ബോട്ടം ഓപ്ഷണലാണ്, വാങ്ങണമെന്നില്ല. ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇങ്ങനെ വരുന്നു ദുപ്പട്ടേനെ എനിക്കിങ്ങനെ ഒന്നോട്ട് വിടുത്തി കാണിച്ചു തരും. ഒരു ലെയർ ഒരു ലെയറിൽ നിന്ന് തിരിച്ചാൽ മതി. ഇതാ 2 സൈഡ് സ്കാലപ്പ് ചെയ്ത് ബ്യൂട്ടിഫുൾ ദുപ്പട്ട. അപ്പോൾ ഈ ടോപ്പ് ഫാബ്രിക്കിൻ്റെ റേറ്റ് മീറ്ററിന് 280 റുപ്പീസ് പെർ മീറ്റർ അല്ലേ, 280. ദുപ്പട്ടയുടെ റേറ്റ് 250 റുപ്പീസ് പെർ മീറ്റർ, 250 രൂപ. 2 സൈഡ് സ്കാലപ്പ് ചെയ്ത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു റെയർ ആൻഡ് യുണീക്ക് പീസസ് ആണ്, കാരണം അത്ര കോമൺ അല്ല. പിങ്ക് ബ്ലോസം കോമൺ ആണെങ്കിലും ഈ സംഭവങ്ങൾ അത്ര കോമൺ അല്ല. അപ്പോൾ അത് മിസ്സാക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ്. ബോട്ടം നിങ്ങൾക്ക് ഓപ്ഷണലാണ്, അങ്ങനെ ഇഷ്ടമുള്ള പോലെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇത് 280, മറ്റേ 250, പ്ലെയിൻ 120 അങ്ങനെ. ഇനി ഇതാ സെക്കൻഡ് ടൈം റീസ്റ്റോക്ക് ചെയ്ത ഫാബ്രിക് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ യെല്ലോ നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു ഓർഡർ ചെയ്യാനായിട്ട്. അത് മിനിമം എന്തോ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ബ്ലാക്കാണ് കൊടുത്തത്, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പേയ്മെൻറ്റ് ചെയ്തവർക്കെല്ലാം അവർ ഇങ്ങനെ നമ്മൾക്ക് ആ ഒരു ഓപ്ഷൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും എന്ന് ഉറപ്പുള്ള ഫാബ്രിക്കുകൾ നമ്മൾ ഓർഡർ എടുക്കുന്നവർ പറയാറുണ്ട് കസ്റ്റമറിനോട്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വരും. എംബ്രോയ്ഡറി ഒക്കെ ആണെങ്കിൽ ചെയ്ത് വരാൻ കുറച്ചുകൂടെ സമയം എടുക്കും. ഇപ്പോൾ ജൂട്ട് പ്ലെയിൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് വെയിറ്റ് ചെയ്യാൻ, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൽ അതിലിനി എംബ്രോയ്ഡറി കൊടുക്കണമെന്നുള്ള കാരണം മൊത്തത്തിലുള്ള സ്റ്റോക്ക് ഒന്നും എടുത്തിട്ട് തീരുമാനിക്കുള്ളൂ. പ്ലെയിൻ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ടൈം റീസ്റ്റോക്ക് ചെയ്ത ഈ ഒരു ഫാബ്രിക്. അപ്പോൾ 44 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്, 150. അപ്പോൾ നമ്മളെ കോഡ് സെറ്റ് കൺസെപ്റ്റിനൊക്കെ ആപ്റ്റായ കോഡ് സെറ്റ് പോലെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിൽ. അപ്പോൾ ജസ്റ്റ് 44 ഇഞ്ച് കൂടുതൽ ലെങ്ത്ത് വേണ്ടവർ ജസ്റ്റ് ഒരു ഷോൾഡർ ജോയിൻറ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും അല്ലാതെ ഈ ഒരു പാറ്റേൺ വരുന്നത് ഇപ്പോൾ ട്രെൻഡായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇതിന് നല്ല വശം ഏതാ, ഇതല്ലേ നല്ല വശം, ഇങ്ങനെ. അപ്പോൾ നമ്മൾ നോർമലി ഇത് ഇങ്ങനെ താഴേക്ക് ബോർഡറായിട്ടാണ് ചെയ്യാറ്. ഇനി അല്ലാതെ തിരിച്ച് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു ട്രെൻഡാണുള്ളത് ഇങ്ങനെ വൺ സൈഡ് ഇങ്ങനെ. ഇത് നോർമൽ റണ്ണിങ് എടുത്ത് താഴേക്ക് വരുന്ന പോലെ ടോപ്പ് ചെയ്യുക. അപ്പോൾ ഒരു വൺ സൈഡിലേക്ക് ഈ ഒരു ഫ്ലവർ വരുന്ന രീതിയിൽ. ഇനി അതിനെ തന്നെ നമ്മൾ സെൻറ്റർ ഓപ്പണിംഗ് ആയ രീതിയിൽ ചെയ്യുമ്പോൾ ഇതിൽ ഇങ്ങനെ വരും. അപ്പോൾ ഒരു വൺ സൈഡിൽ ഇങ്ങനെ വരും, അപ്പോൾ മറ്റേ സൈഡിൽ ഇങ്ങനെ വരും. അതായത് ഇങ്ങനെ വരും. ഈ സൈഡിലേക്ക് അടുത്ത പോർഷനും എടുക്കുക, ഇങ്ങനെ വരും. അപ്പോൾ ഇത് രീതിയിൽ സെൻറ്റർ കട്ടിങ് പോലെ. അപ്പോൾ ഈ പ്രിൻ്റ് ഇങ്ങനെ താഴേക്ക് അസിമെട്രിക്കലായിട്ട് ഇങ്ങനെ നിന്നോളും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ട്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി അതെല്ലാം നോർമൽ കോട്ട് സെറ്റ് പോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. ഷോർട്ട് കുർത്ത ആൻഡ് ഒരു പാട്ടിയാല ബോട്ടം പോലെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും. 44 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്, 150, 150 രൂപ ഇങ്ങനെ വരുന്നു. ഇനിയുള്ളതും ഒരു യുണീക്ക് പീസ് തന്നെയാണ്. ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് സ്ട്രൈപ്സ് ഉണ്ടല്ലോ, അതിൽ ആ ഇങ്ങനെ സ്ട്രൈപ്സ് ചെക്സിൽ വിത്ത് ഫ്ലോറൽ പ്രിൻ്റ് വരുന്നതൊരു ട്രെൻഡാണ്. അപ്പോൾ അതിൽ ഒരു പോളി ക്യാമ്പ്രിക്കിൽ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് വന്നിരിക്കുന്ന ഫാബ്രിക്. ഇത് ഈ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സേഫും സോജും പിടിച്ചവരെ ഇഷ്ടംപോലെ വിടുത്തുണ്ട്. 60 ഇഞ്ച്, മോർ ദാൻ 60 ഇഞ്ച് വിടുത്തും വരുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ഫാബ്രിക്. 190 അല്ലേ, 190 രൂപ. ഇങ്ങനെ വരുന്നു. ഇതൊക്കെ സിംഗിൾ കളറേ ഉള്ളൂ. ഒരു യുണീക്കായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ മിസ്സാക്കണ്ട. കോട്ടൺ ലൈനിങ് കൂടെ വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ റെയിനി സീസണിലും ഒക്കെ ആപ്റ്റായ ഫാബ്രിക്കാണ്. പോളി ക്യാമ്പ്രിക്കിൽ വരുന്നു, ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ വെറൈറ്റി ഇങ്ങനെ വരുന്നു. 190, 190 രൂപ കേട്ടോ. ഇങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്താണ്, 60 ഇഞ്ചോളം വീതി, 60 ഇഞ്ചുണ്ട് വീതി. അപ്പോൾ ഇനി കോട്ടൺ ലവേഴ്സിൻ്റെ ബെസ്റ്റ് ചോയ്സ് ഐറ്റം ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു. വൺ സൈഡ് ബോർഡറോട് കൂടി. ഇനി ഇത് നമുക്ക് വിടുത്തി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത്, 110 റുപ്പീസ്, 110 രൂപ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആ ഒരു കലങ്കാരി ടൈപ്പ് പ്രിൻറ്റ് വരുന്ന ആ രീതിയിൽ. ഇനി ഇതിൻ്റെ പ്രത്യേകത ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് നല്ല ഓപ്ഷനാണ്. അപ്പോൾ 4 ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഇഷ്ടമുള്ള കളറ് നൈറ്റി ചെയ്യാനാണെങ്കിലും ഇനി കുർത്തി ചെയ്യലാണെങ്കിലും ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെ വരുന്നു.
110 110 രൂപ. നെക്സ്റ്റ് കളറ് ഇങ്ങനെ വരുന്നു 110. നമുക്ക് ദുപ്പട്ടാസ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു ദുപ്പട്ടേനെ ഓപ്പൺ ചെയ്ത് കാണിക്കാതിന് ശേഷം നമുക്ക് കളേഴ്സ് കാണാം. ഇങ്ങനെ വരുന്നു. ഇത് നമ്മൾ ആ ഒരു 2.25 2.25 മീറ്റർ ലെങ്ത്ത് വരുന്ന നോർമൽ ആ ഒരു ഷിഫോൺ ദുപ്പട്ട 4 സൈഡ് ഈ ലേസും വരുന്നുണ്ട്. 200 റുപ്പീസ് 200 രൂപ. പിന്നെ ഒരു ദുപ്പട്ട വൈറ്റ് എടുത്തോ ബാക്ക്ഗ്രൗണ്ട് പോലെ ഇടാം. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഭംഗിയിൽ നമ്മുടെ സുന്ദരി ടർക്കോയ്സ് ബ്ലൂ അല്ലേ, സുന്ദരി ബ്ലൂ അല്ലേ, ആ ഒരു കളറിൽ വന്നിരിക്കുന്നു. 200 റുപ്പീസ് 200 രൂപ. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടം പോലെ കളേഴ്സ് വന്നിട്ട് നമുക്കതൊരു ബേസ് ഉണ്ടാക്കാൻ നമുക്ക് സൗജ് വരട്ടെ. കിട്ടിപ്പോയി, ഇത് മതി. നമ്മൾ ഉണ്ടാക്കിയ ദുപ്പട്ടയല്ലേ സൺഡേ. ഇതാ ഇതിലേക്ക് വെച്ച് കാണിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ കളേഴ്സ് കണ്ടാൽ പോരെ. നമ്മൾ കണ്ടതിൽ ആ ഒരു മസ്റ്റാർഡിൻ്റെയും ഒലിവ് യെല്ലോയുടെ ഇടയിൽ വരുന്ന ഒരു ഭംഗിയിലെ കളറ്, ആ ഒരു ബ്രൈറ്റ് റാണി പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെ ആയിരുന്നു. ബ്യൂട്ടിഫുൾ ലാവൻഡർ, നല്ല ഭംഗിയില്ല നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ദുപ്പട്ട കേട്ടോ. മെറൂണ്, ബ്ലാക്ക്, നേവി ബ്ലൂ എല്ലാം 200 രൂപ 200 റുപ്പീസാണ്. ഒലിവ് ഗ്രീൻ. അപ്പോൾ ഇതും ആ പിങ്കും ഈ പിങ്കും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് അപ്പോൾ ഈ റാണി പിങ്കും മജന്ത തമ്മിലുള്ള വ്യത്യാസം എനിക്കൊരാൾ ക്ലാസ് എടുത്ത് പറഞ്ഞു തന്നിരുന്നു. അശ്വതി മാം കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് ആ പിങ്ക് പർപ്പിൾ ഷെയ്ഡ് വരുന്ന പിങ്ക്. അതിന് തമ്മിൽ വ്യത്യാസം ഞാൻ ഇപ്പോൾ മറന്നുപോയി കേട്ടോ. അത് ഇതാണ് നമ്മുടെ ആ ഒരു ഗ്രീൻ, ആ ഒരു പീക്കോക്ക് ഗ്രീനും അല്ല ടിൽ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിൽ വൈറ്റ്, ഗ്രേ, ഇത്രയും 200 റുപ്പീസിൻ്റെ. ഇനി ഇത് 300 അല്ലേ, 300 രൂപ. അതിൽ ഇങ്ങനെ ഓൾ ഓവർ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് പോലെ വന്നിട്ടുണ്ട്. ഇതും ഷിഫോൺ ദുപ്പട്ടയാണ്. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ദുപ്പട്ട തന്നെയാണ്. ഇങ്ങനെ വരുന്നു 300. മറ്റെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നും എടുത്തിട്ട് ഇത് 2 ഷെയ്ഡ് തന്നെ ഉള്ളൂ അല്ലേ. ഇതിലിങ്ങനെ വരുന്നു നമ്മുടെ ഗ്രേപ്പ് വൈൻ ഷെയ്ഡ്, പർപ്പിളിൻ്റെ ഡാർക്ക് വൈൻ ഷെയ്ഡിലോട്ട് വരുന്നു ഇങ്ങനെ. ഇനി ഇതിലൊരു കളർ എടുത്തി കാണിക്കാം അല്ലേ. ഇതിനെത്രയാണ്? 400 രൂപ 400 റുപ്പീസിൽ നമുക്ക് ഒരു ഭംഗിയുള്ള ഓൾ ഓവർ ത്രെഡ് വർക്ക് വരുന്ന ആ ഒരു ദുപ്പട്ട. നമുക്ക് ഒറ്റ നോട്ടത്തിലൊരു കോട്ട ഒരു ഫീലൊക്കെ വരും. ഇങ്ങനെ വരും. എന്നാൽ അത്രയും കോട്ടയുടെ അത്രയും സ്റ്റിഫും അല്ല. ഇങ്ങനെ വരുന്നു. ഉള്ളിലൊക്കെ ഒരു ത്രെഡ് വർക്കും ഉണ്ട്. ഒരു ഡാർക്ക് കളർ, സെയിം കളറിൻ്റെ ഡാർക്ക് കളർ കൊണ്ടൊരു കോൺട്രാസ്റ്റ് ബോർഡർ പോലെയും ടസൽസും ഒക്കെ ഉള്ള 2.25 2.25 മീറ്റർ ലെങ്ത്ത് വരുന്ന ദുപ്പട്ട. ഇതാണ് ഇത് നമുക്കിനി കളേഴ്സ് കാണാം. 400 അതിൽ നമ്മൾ കേരള ക്രീം കളറിൽ ഇവിടെ ക്ലിയർ ആവില്ലേ, അതിനും ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്, കോൺട്രാസ്റ്റ് ബോർഡർ. ബാക്കി കളേഴ്സ് ഇവിടെ വെച്ച് കാണിച്ചു തരാം. നമ്മൾ നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടെ കൂടിയത്. ഇതെന്നെ നേരത്തെ കുഴക്കിയ 2 പിങ്കുകളും കൂടെ കൂടിയിട്ടുള്ള അതാണ് വരുന്നത്. ഇതെനിക്ക് പറ്റൂല്ലേ. മെറൂണ്, ഡാർക്ക് മെറൂണും ലൈറ്റ് മെറൂണും. ഇത് നമ്മുടെ വൈറ്റിന് പിന്നെ കോൺട്രാസ്റ്റ് ഒന്നുമില്ല, സെയിം വൈറ്റ്. ഇങ്ങനെ ആയിരുന്നു. സുന്ദരി 2 ബ്ലൂകളും, പീക്കോക്ക് ബ്ലൂവും ഗ്രീനും കൂടെ. ഇത് ബ്ലാക്ക്. ഇത് ബ്ലാക്ക് 400 റുപ്പീസ് 400 രൂപ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ. വീഡിയോ ചെറുതാണെങ്കിലും അതിലെല്ലാം ഫാബ്രിക്കും കിടുവാണ്. അപ്പോൾ മിസ്സാക്കണ്ട. ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം